അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ മുടി വെട്ടാൻ തീരുമാനിച്ചു. എൻ്റെ ഈ കാടത്തം ഞാൻ ബഹിഷ്കരിക്കുന്നു. എറണാകുളം. ഇന്നലെ പരിപാടി നന്നായി. കുഞ്ഞുവാവകളൊക്കെ നന്നായി കളിച്ചു. കുഞ്ഞുവാവകളും വലിയ വാവകളും എല്ലാവരും നന്നായി കളിച്ചു. ഒത്തിരി സന്തോഷം തോന്നി. അമ്മ വാവകളും അത് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ വേറെ കുറച്ച് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. പല പല കാരണങ്ങളാൽ അവർക്ക് മാറേണ്ടി വന്നു. അപ്പൊ അവർക്ക് അതിലേറെ സങ്കടമാണ്. ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല. അവര് കാണാൻ വന്നിരിക്കുമ്പോ മറ്റുള്ളവർ കളിക്കുമ്പോ അവർക്കൊരു വിഷമം വരില്ലേ. പ്രത്യേകിച്ച് നമ്മുടെ മറിയാമ്മയ്ക്ക് കളിക്കാൻ പറ്റില്ല. കാലിന് വേദന വന്നു. അതേമാതിരി സ്മിതയ്ക്ക് കളിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പേരൊക്കെ. അപ്പൊ ഇതിനൊക്കെ പകരം ഇനി ഉടനെ അടുത്തൊരു വേദി കണ്ടെത്തണം. ഇവരെ കളിപ്പിക്കണം. അപ്പൊ എല്ലാവരും ഒത്തിരി 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 സന്തോഷം തോന്നി. പ്രിയങ്കയൊക്കെ ഒരു 2-3 മാസം ഡെയിലി എല്ലാ ദിവസവും വൈകിട്ട് വരും. വന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത്, അതായത് കുറേ വർഷങ്ങളെടുത്തല്ല പ്രിയങ്ക പഠിച്ചത്. മോളെയാണ് ഇവിടെ ഡാൻസിന് ചേർത്തത്. അപ്പോൾ അവളെ പഠിപ്പിച്ച് അവളുടെ അരങ്ങേറ്റമൊക്കെ ആവാറായ സമയത്ത് എന്നെ ഒന്ന് വിളിക്കുവാണ്, ടീച്ചറെ എനിക്ക് ഭയങ്കര മോഹമാണ്, എന്നെയും കൂടെ ഒന്ന് കളിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ബേസിക് ഒന്നും അറിയില്ലല്ലോ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, മോള് വാ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ മുടങ്ങാതെ എല്ലാ ദിവസവും വരണം. അപ്പം അങ്ങനെ ആ മോളെ എല്ലാ ദിവസവും വരുമായിരുന്നു. അപ്പം ഒരു 3-4 മാസം ഡെയിലി ക്ലാസ്സിന് വരുമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ആ മോള് കളിച്ചത്. മുട്ടുവേദനയൊക്കെ ഉണ്ട്, റൈറ്റ് സൈഡൊക്കെ കാല് കുത്തിയൊക്കെ ഇരിക്കുമ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ടെന്ന് പറയും. എന്നാലും കളിക്കാനുള്ളൊരു മോഹം. നമ്മുടെ ചങ്കുകൾ ഒത്തിരി പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അല്ല, ഒരു ചേച്ചീനെ ഞാൻ ആ മേക്കപ്പ് റൂമിൽ നിൽക്കുമ്പോൾ ആലുവയിലുള്ളൊരു ചേച്ചിയാണ്. ചേച്ചി റൂമിൽ വന്ന് എന്നെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു. എന്തായാലും കാണണം എന്നുള്ള മോഹത്തിന് ഞാൻ ആലുവയിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി 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 സന്തോഷം. അതുപോലെ രാധുമാഷിനോടും നന്ദി പറഞ്ഞാൽ തീരില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് രാധുമാഷും ടീമും കൂടെ അത്രയും ഭംഗിയാക്കി തന്നു എൻ്റെ മക്കളെ. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും. അതുമാതിരി നമ്മുടെ സ്വന്തം പക്കമേളം ടീം, അവരോടൊക്കെ നന്ദി പറയാൻ പാടില്ല ശരിക്കും. എന്നോട് പറയണം. നിന്നോട് പറയില്ല, പോടാ. പക്കമേളം എന്നൊക്കെ പറഞ്ഞാൽ അവര് നമ്മുടെ ഗുരുസ്ഥാനീയനാണ്, നമ്മുടെ ഒപ്പം എത്രയോ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ്, നമ്മളിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയാൻ പാടില്ല. എന്നാലും അവരെയും കൂടെ ഈ സമയത്ത് സ്മരിക്കുകയാണ്, ദേവസ്വം ബോർഡിനോട് നമുക്ക് ആ വേദി തന്നതിന്. പിന്നെന്താ, വേറെ ആരാ? ലൈറ്റ് ആൻഡ് സൗണ്ട് കളരിക്കൽ രാമൻ. അതെ, രാമൻ നമ്മുടെ ഒരു സ്വന്തം ഒരു അനിയനെ പോലെ തന്നെയാണ് രാമൻ. എപ്പോഴും നമ്മുടെ എല്ലാ പരിപാടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും രാമനാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. രാമനോട് ഒരുപാട് നമുക്ക് വേണ്ടി മാത്രം തയ്ച്ച ഒരു സ്റ്റേജ് ആണത്. അതെ 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 അതെ, നമുക്ക് വേണ്ടി അമൃതവാണിക്ക് വേണ്ടി ചെയ്തൊരു സ്റ്റേജ് ആണത്. അതേപോലെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത അരുൺ, ലൈറ്റ് ചെയ്ത ഓസ്റ്റിൻ, ഗംഭീരായി, എല്ലാം വളരെ മനോഹരായി. സാരംഗിയുടെ കോസ്റ്റ്യൂമാണ് നമുക്ക് തന്നത്. അപ്പോൾ അവരോടും, സാരംഗിയാണ് നമുക്ക് കോസ്റ്റ്യൂം ചെയ്ത് തന്നത്. അപ്പൊ അവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും ഒത്തിരി സ്നേഹം. അമൃതവാണിയിലെ കുഞ്ഞുങ്ങളുടെ അമ്മമാരോടും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരോടും എല്ലാവരോടും എല്ലാവരോടും, കാണാൻ വന്നവരോടും കൂടെ നിന്ന് പ്രവർത്തിച്ചവരോടും ഒക്കെ. അതായത് ഇടയിൽ മുടങ്ങി ഇങ്ങനെ വരാതെ നിൽക്കുന്ന കുറെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരോടും ഒക്കെ പറയാണ്. അപ്പൊ എല്ലാവരും വീണ്ടും സജീവമായിട്ട് ഇന്നലെ മുതൽ പരിപാടി ഉണ്ടെന്ന് അറിയിച്ച വീഡിയോയിൽ ഒത്തിരി ആശംസകൾ അറിയിച്ച നമ്മുടെ ചങ്കുകളോട് എല്ലാവരോടും നന്ദി. വെട്ടണോ? പിന്തിരിപ്പിക്കണ്ട, ഞാൻ വെട്ടി. അങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കട്ടെ ചേട്ടാ. ഇപ്പം കുളിച്ചിട്ട് 10 ദിവസമായിട്ടാ. അപ്പൊ കുഴപ്പമില്ല. സനം. ഞാൻ അങ്ങനെ കുളിക്കാൻ തീരുമാനിച്ചു. കുളി നടക്കുന്നു. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടടി. എണ്ണല്ല, ഷാമ്പു ആണ്. എന്റെ ബാലഗോപാലനെ ഷാമ്പു തേപ്പിക്കുമ്പോ പാടടി. പാടറി.
കണ്ണിന് വെള്ളത്തിൽ ഇതോലെ പറ്റോട്ടി അതിലേക്ക് കെട്ടിട്ട് അങ്ങോട്ട് साइड कट करेंगे फिर लास्ट में डेंट यार എന്തോരം മുടി വെട്ടിക്കളയണ താടി വെട്ടിക്കളയാൻ പോകും सेपरेट करने के लिए കൊള്ളാം അല്ലേ മുഴുവനായില്ലേ എങ്ങനെയുണ്ട് കണ്ട് അമ്പത് മുടി വെട്ടേണ്ട കാര്യമുള്ളൂ താങ്ക് യു